ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അറേബ്യൻ റൈസാണ്. ചിക്കൻ കബ്സയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. ശരിക്കും ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റൈസാണ്. നമുക്ക് ഇന്ന് വീട്ടിൽ എന്തെങ്കിലും വിരുന്നൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ളത് തന്നെയാണെന്ന് പറയാം. ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതിനകത്ത് എല്ലാ ടിപ്സും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റൈസ് എന്ന് പറയുന്നത് സെല്ല റൈസാണ്. സെല്ല റൈസ് വെച്ച് ചെയ്യുമ്പോഴാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. സെല്ല റൈസ് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഞാനൊരു 45 മിനിറ്റിനടുത്ത് നല്ലതുപോലെ ആദ്യം കഴുകിയതിന് ശേഷം ഒരു 40-45 മിനിറ്റെങ്കിലും വെള്ളത്തിൽ കുതിർത്തി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ കഴിയും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് വേണ്ടത് തക്കാളി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ടേക്ക് 2 വലിയ പഴുത്ത തക്കാളി, ചെറുതാണെങ്കിൽ 3 എണ്ണം ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് ചെറിയൊരു കളർ കിട്ടുന്നതിന് വേണ്ടി മാത്രം ഞാനൊരു ഇത്തിരി പിരിയൻ മുളക് ചേർത്തിട്ടുണ്ട്. തികച്ചും ഓപ്ഷണലാണ്, ഒരു നിർബന്ധമില്ല, നിങ്ങൾക്കിത് ഒഴിവാക്കാം മുളക് പൊടി. എന്നിട്ട് അരച്ചെടുത്താൽ മതി. അതായത് നമ്മളിതിനകത്ത് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഒരു ഇത്തിരി മുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഇനി അടുത്ത നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള കബ്സ മസാല പൗഡറാണ്. ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 2 ടീസ്പൂൺ മുഴുവനായിട്ട് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അഥവാ കറി ജീരകം, ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മുടെ വലിയ ജീരകം പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ ബിരിയാണിയിൽ ഇട്ട് കൊടുക്കുന്ന പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു 2-3 എണ്ണമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വറ്റൽമുളക്, 1-2 വറ്റൽമുളക് ചേർക്കാം. ഒരു ബേ ലീഫ്, അതുപോലെ തന്നെ ഉണങ്ങിയ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഉണക്ക നാരങ്ങയാണ്. ഇത് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഉണക്ക നാരങ്ങ. ചെറിയൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ഉണക്ക നാരങ്ങയൊക്കെ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം. ഈ ഒരു റൈസിൻ്റെയൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒത്തിരി സമയമൊന്നും ചെയ്യേണ്ട, നമുക്കൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിപ്പോൾ അത്യാവശ്യം വറുത്ത് പാകമായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള കബ്സ മസാല പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് റൈസ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് വലിയൊരു പാത്രം എടുത്ത് അതിനകത്തോട്ട് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. ഒരിക്കലും വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ബട്ടറും ഓയിലും ചേർത്ത് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റാണ്. ഇനി ബട്ടർ കയ്യിലില്ല എന്നാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് എണ്ണ മാത്രം ഒരു 3 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിലോട്ടൊരു ബേ ലീഫും ഒരു വലിയ ഉണക്ക നാരങ്ങയും അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം കുരുമുളകും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉണക്ക നാരങ്ങ ഈ ഒരു സമയത്ത് ചേർക്കുന്നതിന് പകരം റൈസ് നമ്മൾ ചേർക്കുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ, വെള്ളം തിളച്ച് റൈസ് ചേർക്കുന്ന ടൈമിൽ ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ആദ്യമേ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഒന്ന് ചെറുതായിട്ട് വളരെ കുറഞ്ഞ സമയം ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഒരു 2 സവാള ചേർത്ത് കൊടുക്കും. സവാളയൊന്നും നമുക്ക് അധികം അളവിൽ ഈ ഒരു റൈസിന് വേണ്ടി വേണ്ട. അതുകൊണ്ട് തന്നെ ഒരു 2 ചെറിയ സവാള മാത്രം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചെറുതായി അരിഞ്ഞെടുത്തിട്ട് ആ സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഒരു ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളറാകുന്ന രീതിയിലൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. വളരെ കുറഞ്ഞ സമയം ചെയ്തെടുത്താൽ മതി. അല്ലാതെ നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന രീതിയിൽ ഒരു ഗോൾഡൻ ബ്രൗണിലൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാറുണ്ടല്ലോ, അതൊന്നും നമുക്കിതിനകത്ത് ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഞാൻ അത്യാവശ്യം ഒന്ന് വഴറ്റി ഓൾമോസ്റ്റ് ഒരു പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ 2 ടീസ്പൂണിനടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അരക്കുന്നതിന് പകരം വേണമെങ്കിൽ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താലും മതി. അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കബ്സ മസാല പൗഡർ 2 ടീസ്പൂൺ തുടങ്ങി 2.5 ടീസ്പൂൺ വരെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ എത്ര അരി വെച്ചിട്ടാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ വളരെ കുറഞ്ഞൊരളവിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് 2.5 ടീസ്പൂൺ കബ്സ മസാല പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടിയുടെയൊക്കെ ആ ഒരു മണക്കം മാറി വരുന്ന രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു ഇത്തിരി പിരിയമുളക് ചേർത്തുകൊണ്ട് ആ ഒരു ചെറിയൊരു കളർ കിട്ടും. അപ്പോൾ നിങ്ങൾ ടൊമാറ്റോ പേസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ഒന്നും ഇന്ന് ഉപയോഗിച്ചിട്ടില്ല, ജസ്റ്റ് തക്കാളി അരച്ച് വെച്ചിരിക്കുന്നത് മാത്രമാണ്. അപ്പോൾ അതെല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം.
തക്കാളി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒരിത്തിരി സമയം കുക്ക് ചെയ്യുക. കാരണം തക്കാളിയുടെ ഒരു പച്ചമണക്ക് ഒന്ന് മാറി വരുന്ന രീതിയിൽ. അപ്പോൾ ഇത് ഞാൻ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമുള്ളതാണ് കാണിക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ചേർക്കുന്നത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ്. ഞാൻ ജസ്റ്റ് 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് പിന്നെ ഒരു മാഗി ക്യൂബ്, ചിക്കൻ മാഗി ക്യൂബാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കൈ വെച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒരിത്തിരി ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ, കാരണം നമ്മുടെ മസാലയിൽ അത്രയും ഉപ്പില്ല, അതുകൊണ്ട് ഞാൻ ഒരിത്തിരി ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു 2-3 മിനിറ്റ്, ഒരു 2 മിനിറ്റൊക്കെ മതി, ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് ആ ചിക്കൻ്റെ ആ ഒരു കളറൊക്കെ മാറി ചെറുതായിട്ടൊരു വെള്ള കളറിലോട്ട് മാറും. ആ ഒരു വെള്ള കളർ ആകുന്ന രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതിയാകും. ഇതിനകത്തുള്ള മാഗി ചിക്കൻ ക്യൂബും അതുപോലെ തന്നെ ഉണക്ക നാരങ്ങ, ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്ത്, ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിനൊരു നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ നമ്മൾ എത്ര അരിയാണോ എടുക്കുന്നത് ആ അരിയുടെ കണക്കിന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് സെല്ല റൈസാണ് കേട്ടോ. 2 കപ്പ് സെല്ല റൈസിന് ഞാൻ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ചേർത്ത് കഴിഞ്ഞ് ചെറുതായിട്ടൊരു തിള വന്നു കഴിഞ്ഞാൽ അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക കേട്ടോ. ചിക്കൻ അത്യാവശ്യം ഒരിക്കലും വെന്ത് കുഴയുന്ന പാകത്തിൽ നമ്മൾ തയ്യാറാക്കി എടുക്കരുത്. എന്നാൽ നല്ല രീതിയിൽ വേവുന്ന രീതിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഈ ചിക്കൻ പീസസൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു 1/4 ഭാഗം കുക്കാവുന്ന സമയത്ത് റൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിൽ നിന്ന് ചിക്കൻ പീസസൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഈ വെള്ളത്തിൻ്റെ അളവ് നമ്മളെപ്പോഴും നോക്കണം. ഇതിപ്പോൾ കറക്റ്റാണുള്ളത്. ഒരു 1/4 കപ്പ് മാത്രം അധികം വരുന്നുണ്ട് വെള്ളം. അത് കുഴപ്പമില്ല, 1/4 കപ്പൊക്കെ ആണെങ്കിൽ. അതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വറ്റിച്ചു കൊടുക്കുക. വെള്ളം കുറവാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതിനകത്തോട്ടേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ 2 കപ്പ് സെല്ല റൈസ് കഴുകി വെള്ളം വാർന്ന് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു 3 പച്ചമുളക്, അതുപോലെ ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ, ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ചീകി എടുത്തിട്ടുള്ളതാണ്. ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം മാത്രം എടുത്തിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ലെമൺ ജ്യൂസാണ് ചേർത്തിട്ടുള്ളത്. അത് ഒരിക്കലും അളവ് കൂടി പോകരുത്, കാരണം തക്കാളിയുടെയും ചെറുനാരങ്ങയുടെയൊക്കെ ടേസ്റ്റ് ഒത്തിരി കയറി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പുളിരസമായിരിക്കും റൈസിന്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഉപ്പ് എപ്പോഴും കുറച്ചൊരു കയറി നിൽക്കുന്ന പാകത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. നന്നായിട്ട് യോജിപ്പിച്ച് ചെറുതായിട്ടൊരു തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് അടച്ചു വെക്കാവുന്നതാണ്. അടച്ചു വെച്ചിട്ട് ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് ഒരു 30 മിനിറ്റ് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. അടുത്തതായിട്ട് നമ്മൾ ചിക്കൻ ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. 1/2 ടീസ്പൂൺ തുടങ്ങി 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഒരിത്തിരി മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ചെറുനാരങ്ങയുടെ നീര്, അതായത് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗത്തിൻ്റെ നീര് മാത്രം മതി. പിന്നെ ഞാനിപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളത് കൊണ്ട് മാത്രം ഒരിത്തിരി ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. അതൊരിക്കലും നിർബന്ധമില്ല, കാര്യമല്ല, തികച്ചും ഓപ്ഷണലാണ്. കാരണം ഫോട്ടോഗ്രാഫിക്കൊക്കെ വേണ്ടി ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴൊന്നും ഫുഡ് കളറൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചിക്കൻ ഓരോ പീസസായിട്ട് ചേർത്ത് കൊടുക്കുക. പതുക്കെ നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക, കാരണം ചിക്കൻ ഓൾറെഡി വെന്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് ചിക്കൻ ഒരു 1/4 ഭാഗം കുക്കാകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരി ചേർത്ത് കൊടുത്ത് അങ്ങനെ തന്നെ അങ്ങ് വേവിച്ചെടുത്താൽ മതി. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം എന്നില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു മലയാളികളുടെയൊക്കെ ഒരു ടേസ്റ്റിന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കുറച്ചൊരു സ്പൈസി ആയിട്ട്, അപ്പോൾ കപ്സ ആകുമ്പോൾ അത്ര സ്പൈസി ആയിരിക്കില്ല. ഇത് നമ്മൾ കുറച്ച് ആ ചിക്കനൊക്കെ കുറച്ച് സ്പൈസി ആയിട്ടിരിക്കും, നമുക്ക് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് താല്പര്യമില്ല എന്നാണെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. എല്ലാം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കൊരു പാനിനകത്തോട്ടേക്ക് കുറച്ച് ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ റിഫൈൻഡ് ഓയിലല്ല ചേർക്കുന്നത്, ഒലീവ് ഓയിലാണ്. അതെപ്പോഴും ഒരു നല്ലൊരു അറേബ്യൻ റൈസിൻ്റെ ഒരു നല്ലൊരു മണവും കാര്യങ്ങളും കിട്ടും. അതുപോലെ തന്നെ അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ കൂടി ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്ത് ഒലീവ് ഓയിലും 1 ടേബിൾ സ്പൂണോളം ബട്ടറും ചേർത്തിട്ട് നന്നായിട്ട് ചേർന്ന് വരുന്ന സമയത്ത് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഒത്തിരി എണ്ണയിലൊന്നും നമ്മൾ മുക്കിപ്പൊരിക്കൊന്നും വേണ്ട, ഇത്രമാത്രം അളവിലേ നമുക്ക് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഒത്തിരി സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ചേർത്ത കുരുമുളക് പൊടിയും അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വന്നിട്ട് ചെറുതായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്കിന്നോട് കൂടി തന്നെ ചിക്കൻ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൽ ആർക്കും അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ
ചെയ്തിട്ടുള്ളത്. അതുപോലെ ചിക്കൻ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ടാണ് കേട്ടോ ഇതിന് വേണ്ടി ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ചെറിയ പീസസ് ആയിട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മുടെ റൈസും ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. ഒരു 30 മിനിറ്റിന് ശേഷമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം റൈസ് ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല, എന്നാൽ നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ വെന്ത് കുഴയുന്ന ഒരു രീതിയിലും ഇല്ല. അപ്പോൾ ഈ പറയുന്ന സ്റ്റെപ്പൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. ഇനി ചിക്കൻ പീസസൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ പീസസൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് കൊടുത്ത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം തുറക്കുക കേട്ടോ. അപ്പോഴാണ് ആ ചിക്കൻ്റെതും എല്ലാം കൂടി ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് റെഡിയായി കിട്ടും. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ, ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കും. കാരണം അത്രയും നല്ലൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എന്താണെങ്കിലും ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.